എല്ലാ കൂട്ടുകാർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ റെസനേറ്റ് ചെയ്യുന്നവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാം, അല്ലാത്തവർക്ക് ജസ്റ്റ് വെയിറ്റ്, നിങ്ങളുടെ റീഡിങ്ങും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ മെസ്സേജ് എന്താണെന്ന്. യൂണിവേഴ്സ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ മനസ്സിലാവുന്നത് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ വളരെയധികം വിഷമിച്ചിട്ടിരിക്കുകയാണ്. നിങ്ങൾ ഉദ്ദേശിച്ച മാതിരി കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല. നിങ്ങളെ ഒരുപാട് പേര് ഉപദേശിക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ നിങ്ങളെ ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സ് പറയുന്ന കാര്യം വിഷമങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പം ബ്രേക്കപ്പിൻ്റെ ഇഷ്യൂസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം, പല രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ നിങ്ങളുമായിട്ട് സംബന്ധിക്കപ്പെടുന്ന എന്തൊരു കാര്യത്തിൽ നിങ്ങൾ വളരെ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവും, വിഷമം ഉണ്ടാവും. പക്ഷേ യൂണിവേഴ്സ് പറയുന്നൊരു കാര്യം, എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു കാര്യം എന്താണോ അതിൽ നിങ്ങൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ ഒരു ലക്ഷ്യസ്ഥാനത്തിൽ എത്താനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത്. ആ ഒരു വഴിയിൽ നിങ്ങൾക്ക് ഒരുപാട് ദുർഘടമായ പാതയായിരിക്കും, ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അതിലൊന്നും തളർന്നു പോവാതെ മുന്നോട്ട് നോക്കിയിട്ട് എന്താണോ ശരിക്കും ആ ഒരു സമയത്ത് അത്യാവശ്യം അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ഒരു പ്രശ്നം അൺഇമോഷണൽ റിലേഷൻഷിപ്പാണ്. അതല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഇമോഷണൽ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതിൽ നിങ്ങൾ വളരെയധികം ദുഃഖിക്കുന്നു എന്നാണ് യൂണിവേഴ്സിൽ നിന്ന് മനസ്സിലാവുന്നത്. നിങ്ങൾ രാത്രി കാലങ്ങളിൽ ഉറക്കമൊന്നും കിട്ടാതെ വളരെ വിഷമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും എന്തോ ഒരു മോശം കാര്യം വരാൻ പോകുന്നു എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻസും അങ്ങനത്തെ പ്രശ്നങ്ങളിലും ഒക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നല്ല പോലെ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യാം. എന്നാൽ മാത്രമാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒന്ന് രക്ഷ നേടാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. എന്താണ് ഫ്യൂച്ചറിലുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്യൂച്ചറിൽ ഇപ്പോൾ കാണുന്നത് നിങ്ങളെടുത്ത ആ ഒരു തീരുമാനം, നിങ്ങൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യാൻ പോകുന്ന ഒരു തീരുമാനം നിങ്ങളെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ തീരുമാനങ്ങൾ മനസ്സിലാവുന്ന ആ ഒരു നിമിഷത്തിൽ തന്നെ അവിടെ നിന്ന് പിന്തിരിഞ്ഞ് പോവുക എന്നുള്ള ഒരു കാര്യമാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് റിലേഷൻഷിപ്പ് ആയാലും ജോലി ആയാലും എന്തൊരു സിറ്റുവേഷനിലും നമുക്ക് മനസ്സിലായിട്ടില്ല, നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ, അപ്പോൾ തെറ്റായിട്ടുള്ള ട്രെയിനിൽ കയറിയാൽ അടുത്ത സ്റ്റേഷനിൽ തന്നെ ഇറങ്ങണമെന്ന് പറയുന്നത് പോലെ മനസ്സിലായി കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെ നിന്ന് മാറിപ്പോയാൽ നിങ്ങളുടെ ലൈഫ് ഇനിയും ബെറ്റർ ആയിരിക്കും. അതുപോലെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് ഒരു പ്രാവശ്യം ഒരു വ്യക്തി തെളിയിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കൂടെ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഹാപ്പിനെസ്സിന് പ്രാമുഖ്യം കൊടുക്കുക.